വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മെ മഹത്വമണിയിക്കുന്ന ഗുണവിശേഷമാണ് വിനയം. ആർജിക്കുവാൻ പ്രയാസം ഉള്ളതും എന്നാൽ ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതവുമായ ഒന്നാണ് വിനയം. സ്വന്തം മേന്മയെപ്പറ്റിയോ നേട്ടത്തെപ്പറ്റിയോ പ്രഘോഷിക്കുന്നത് വിനയത്തിൻ്റെ ലക്ഷണമല്ല. നിന്റെ ഗുണത്തെപ്പറ്റി നിന്റെ വായിൽ നിന്നും ഒന്നും പുറപ്പെടാതിരിക്കട്ടെ, അത് മറ്റുള്ളവർ പ്രശംസിക്കട്ടെ എന്നുള്ള ചൊല്ല് ഇവിടെ പ്രസക്തമാണ്. ഇന്ന് കാണുന്ന കാഴ്ച കഴിവുകൾ സ്വയമായി അവകാശപ്പെട്ട് പരമാവധി പ്രസിദ്ധി കൈവരുത്തുവാൻ ശ്രമിക്കുന്നവരെയാണ്. ലൂക്കോസ് 18:9 മുതലുള്ള വാക്യങ്ങളിൽ സ്വയം പുകഴ്ത്തി പ്രാർത്ഥിക്കുന്ന പരീക്ഷനെക്കുറിച്ചും സ്വയം വിനയപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന ചുങ്കക്കാരനെക്കുറിച്ചും ഉള്ള ഉപമ കർത്താവ് പറയുന്നു. പരീശൻ യഹൂദ സമുദായത്തിൽ ഉത്കൃഷ്ടനും ആദരണീയനുമായിരുന്നു. ഭക്തജീവിതം, പാണ്ഡിത്യം, ആഭിജാത്യം തുടങ്ങിയ എല്ലാറ്റിലും പരീശൻ പ്രശസ്തി ആർജിച്ചിരുന്നു. യഹൂദന്മാർ പുച്ഛിച്ച് പുറന്തള്ളിയവരായിരുന്നു ചുങ്കക്കാർ. ഗവൺമെൻറ്റിനു വേണ്ടി അന്യായമായി കരം പിരിക്കുകയും അതോടൊപ്പം കൊള്ളലാഭം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഇവർ ഇരുവരും ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നു. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ പ്രാർത്ഥിക്കുന്നു എന്ന 11 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രാർത്ഥന ദൈവത്തോടല്ല, തൻ്റെ മഹത്വം വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ചുങ്കക്കാരനെ പോലെയോ അല്ല ഞാൻ ഉപവസിക്കുന്നവന്, പതാരം കൊടുക്കുന്നവന്, യാതൊരു വിനയമില്ലാതെ സ്വയം പുകഴ്ത്തി മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടുള്ള പ്രാർത്ഥനയാണ് പരീശൻ്റേത്. ഇന്ന് നമ്മിൽ പലരും പരീശനെ പോലെ സ്വയം നീതീകരിച്ചുകൊണ്ട് മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടും അല്ലേ പ്രാർത്ഥിക്കുന്നത്. ദൈവസന്നിധിയിൽ വിനയപ്പെടാതെയുള്ള പ്രാർത്ഥന. അങ്ങനെയെങ്കിൽ ഈ പരീശനും നാമും തമ്മിൽ എന്ത് വ്യത്യാസം? നാമും പരീശന്മാർ തന്നെയാണ്. പരീശൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകില്ല, മാത്രമല്ല നീതീകരിക്കപ്പെടുകയും ഇല്ല. പരീശൻ്റെ പ്രാർത്ഥനയിൽ സ്വയപ്രശംസയും ഉണ്ട്. ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നവനും നേടുന്നതിൻ്റെ എല്ലാം പതാരം കൊടുക്കുന്നവനുമാണ്. വിനയത്തിൻ്റെ വിപരീതമായ അഹങ്കാരവും നിഗളവും ഗർവവും എല്ലാം ഈ പ്രാർത്ഥനയിലുണ്ട്. മീഖ 6:8 പറയുന്നത്, ന്യായം പ്രവർത്തിക്കണം, ദയാതൽപരനായിരിക്കണം, താഴ്മയോടെ നടക്കണം. അതാണ് ദൈവസന്നിധിയിൽ നല്ലത്. യേശു ഈ ഉപമയിൽ കൂടി പരീശൻ്റെ അഹങ്കാര മനോഭാവത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ഈ പരീശനെ പോലെയാണെങ്കിൽ നാമും അഹങ്കാര മനോഭാവം ഉള്ളവരാണ്. സദൃശവാക്യം 8:13 പറയുന്നത്, ഡംഭം, അഹങ്കാരം എന്നിവയെ യഹോവ പകയ്ക്കുന്നു. സദൃശവാക്യം 15:25 പറയുന്നത്, അഹങ്കാരിയുടെ വീട് യഹോവ പൊളിച്ചു കളയും എന്ന. സ്വയം നീതീകരിക്കുന്ന, സ്വയം പ്രശംസിക്കുന്ന, അഹങ്കരിക്കുന്ന നമ്മിലുള്ള ആ സ്വഭാവത്തെ ഉപേക്ഷിച്ച് സ്വയം വിനയമുള്ളവരായിത്തീരാം. ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന ദേവാലയത്തിൽ വളരെ ദൂരം നിന്നുകൊണ്ടാണ്. 13 വാക്യത്തിൽ പറയുന്നത്, സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് പറയുന്നത്, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. പാപബോധത്തോടെ അനുതപിച്ച് വിനയപ്പെട്ടുകൊണ്ടുള്ള പ്രാർത്ഥന. ചുങ്കക്കാരന് തൻ്റെ തെറ്റിനെക്കുറിച്ച് ബോധമുണ്ടായി. തൻ്റെ യഥാർത്ഥ അവസ്ഥ എന്തെന്ന് മനസ്സിലായി. പാപാവസ്ഥയെപ്പറ്റി ഉണർന്നു. സ്വയം വിമർശനത്തിന് തയ്യാറായി. പാപ അവസ്ഥയെ അനുതാപഹൃദയത്തോടെ ഏറ്റുപറഞ്ഞു. മറ്റുള്ളവരിലേക്ക് നോക്കി സ്വയപ്രശംസ നടത്താതെ തന്നിലേക്ക് നോക്കി പരിശോധന നടത്തുകയും തെറ്റുകളെ കണ്ടെത്തി സ്വയം സമർപ്പിച്ച് വിനയത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അവൻ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. വാക്യം 14. തുടർന്ന് ഈ വാക്യത്തിൽ തന്നെ കർത്താവ് പറയുന്നത്, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. സ്വയം നീതീകരിക്കുന്ന പരീക്ഷ മനോഭാവവും തന്നെത്താൻ ഉയർത്തുന്നതിന് സമമാണ്. അങ്ങനെയുള്ളവർ താഴ്ത്തപ്പെടും. ആത്മപരിശോധന നടത്തി കുറവുകളെ കണ്ട് അവ ഏറ്റുപറയുന്ന ചുങ്കക്കാരൻ്റെ സ്വഭാവം താഴ്മയുടെ അനുഭവം ആണ്.
അനുതാപത്തിൻ്റെ അനുഭവം ആണ്, വിനയത്തിൻ്റെ അനുഭവം ആണ്. അങ്ങനെയുള്ളവർ ഉയർത്തപ്പെടും. ഇന്ന് പരീശന്മാർ സഭയ്ക്ക് പുറത്തും ഉള്ളതുപോലെ സഭയ്ക്കകത്തുമുണ്ട്. സഭയ്ക്കകത്ത് പ്രാർത്ഥിക്കുന്ന പരീശൻ സഭയ്ക്കുള്ളിൽ പ്രാർത്ഥിക്കുന്ന ചുങ്കക്കാരനെ അധിക്ഷേപിക്കുന്നു. സഭയ്ക്ക് പുറത്തുള്ള പരീശൻ സഭയ്ക്കകത്തുള്ള പരീശനെ അധിക്ഷേപിക്കുന്നു. സഭയ്ക്കകത്തുള്ള പരീശൻ പ്രാർത്ഥിക്കുന്ന ചുങ്കക്കാരനെ നോക്കി ഞാൻ അവനെപ്പോലെ നികൃഷ്ടനല്ല എന്ന് അഭിമാനിക്കുന്നു. സഭയ്ക്കുള്ളിലായാലും സഭയ്ക്ക് പുറത്തായാലും പരീശൻ തന്നെയാണ്. ഈ ഒരു ഭാവമല്ല നമുക്ക് വേണ്ടത്. പിന്നെയോ പ്രാർത്ഥിക്കുന്ന, സ്വയം പരിശോധന നടത്തുന്ന, അനുതപിക്കുന്ന, വിനയപ്പെടുന്ന ചുങ്കക്കാരൻ്റെ ഭാവമാണ് നമുക്ക് ആവശ്യം. അപ്പോഴാണ് നാം ഉയർത്തപ്പെടുന്നത്. കർത്താവേ, സ്വയം പരിശോധിച്ച് തെറ്റുകളെ തിരുത്തി അനുതപിച്ച് വിനയപ്പെടുന്ന അനുഭവത്തിലേക്ക് എന്നെയും നടത്തണമേ. ആമേൻ. So